നമസ്കാരം. സംസ്ഥാനത്തെ ബി.ജെ.പിയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എത്തുമെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. സുരേന്ദ്രന് ഒരവസരം കൂടി ലഭിച്ചേക്കും. എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയേക്കും തുടങ്ങിയ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിയാണ് രാജീവിനെ സംസ്ഥാനത്തെ പാർട്ടിയെ നയിക്കാൻ കേന്ദ്ര നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. സംഘപരിവാർ പശ്ചാത്തലമില്ലാതെയാണ് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയെ നയിക്കാനായി എത്തുന്നത്. വ്യോമസേന ഉദ്യോഗസ്ഥനായ എം.കെ. ചന്ദ്രശേഖറിന്റെയും വല്ലി ചന്ദ്രശേഖറിന്റെയും മകനാണ് രാജീവ്. 1964 ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് രാജീവിന്റെ ജനനം. പാലക്കാട് കൊണ്ടിയൂരിലാണ് കുടുംബത്തിന്റെ ബന്ധമുള്ളത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ ടെക്നോളജി കമ്പനിയായ ഇന്റലിൽ ജോലി ചെയ്തിരുന്ന രാജീവ് 1991 മുതലാണ് ബംഗളൂരു കേന്ദ്രീകരിച്ച് വ്യവസായം ആരംഭിച്ചത്. BPL ഗ്രൂപ്പ് ചെയർമാൻ TPG നമ്പ്യാരുടെ മകളെ വിവാഹം കഴിച്ചതോടെയായിരുന്നു ഇത്. 1994 രാജീവാണ് BPL മൊബൈൽ സ്ഥാപിക്കുന്നത്. വയർലെസ് ഫോൺ സ്വപ്നമായിരുന്ന കാലത്താണ് BPL ആദ്യം പേജറും പിന്നെ മൊബൈലും ഇറക്കുന്നത്. 2005 ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന സ്വന്തം കമ്പനി രൂപീകരിച്ചു. 2006 അവസാനത്തോടെ രാജീവ് ചന്ദ്രശേഖർ ജൂപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് വഴി ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ നിക്ഷേപം സ്വന്തമാക്കി. ഇതോടെ മാധ്യമരംഗത്തേക്കും രാജീവ് കടന്നുവന്നു. നിലവിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമയായ രാജീവ് ചന്ദ്രശേഖർ അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടിവിയുടെ ഹോൾഡിംഗ് കമ്പനിയിലും നിക്ഷേപം നടത്തിയിട്ടുണ്ട്. 2006 മുതലാണ് BJPയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതേ വർഷം തന്നെ BJPയുടെ സ്വതന്ത്രനായി രാജ്യസഭയിൽ എത്തി. കർണാടകയിൽ നിന്ന് 3 തവണ രാജ്യസഭയിലെത്തി. 2021 മുതൽ 24 വരെ രണ്ടാം മോദി സർക്കാരിൽ IT ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജീവ്. 2016 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സംസ്ഥാനത്തെ NDAയുടെ വൈസ് ചെയർമാനായും സേവനമനുഷ്ഠിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വമാണ് രാജീവിനെ ഇപ്പോൾ അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ശശി തരൂർ 3 തവണ തുടർച്ചയായി വിജയിച്ച മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായി മികച്ച പ്രകടനമാണ് രാജീവ് നടത്തിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ ആസ്തി 36 കോടിയാണെന്നാണ് സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്നത്. കോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലപ്പത്തുള്ള രാജീവ് 36 കോടി മാത്രം ആസ്തിയായി കാണിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.